ഞാൻ രൂപേഷ്, അൽഹിന്ദ് സ്റ്റഡി അബ്രോഡിന്റെ മാനേജറാണ്. യു എസ് എ എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഡെസ്റ്റിനേഷൻസിൽ നമ്പർ 1 ലോകത്തെമ്പാടുമുള്ള സ്റ്റുഡൻസിന്റെ ഡ്രീം സ്റ്റഡി ഡെസ്റ്റിനേഷനാണ് യു എസ് എയിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കാത്തവരായി വളരെ ചുരുക്കം ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സ്റ്റഡി അബ്രോഡ് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും തന്നെ ആഗ്രഹം എങ്ങനെയെങ്കിലും യു എസ് എയിൽ പോയി പഠിക്കണമെന്നാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും യു എസ് എ തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് സ്റ്റുഡൻസ് പിന്മാറാറുണ്ട്. അതിലുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് യു എസ് എയിൽ വരുന്ന വിസ റിജക്ഷനാണ്. സ്റ്റുഡൻറ് വിസയ്ക്ക് വരുന്ന വിസ റിജക്ഷൻ. നമ്മൾ അഡ്മിഷൻ എടുത്തു, മറ്റ് I-20 കാര്യങ്ങളൊക്കെ കിട്ടി, നമ്മൾ DS-160 ഫില്ല് ചെയ്തു, എല്ലാ ഫണ്ട് കാര്യങ്ങളെല്ലാം റെഡിയാക്കി, അവസാനം നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തു, ഒരു വിസ ഇൻ്റർവ്യൂക്ക് തയ്യാറായി നമ്മൾ US എംബസിയിൽ പോകുന്നു. പക്ഷേ അവിടെ വെച്ച് ആ വിസ ഓഫീസറുടെ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ നമ്മൾ വിസ റിജക്റ്റ് ആവുന്നു, അല്ലെങ്കിൽ വിസ ഓഫീസർ നമ്മളുടെ വിസ റിജക്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ വരുന്നു. ഈ ഒരു കാരണം കൊണ്ട് ഈ വിസ ഇൻ്റർവ്യൂ പേടിച്ചിട്ടോ അല്ലെങ്കിൽ വിസ റിജക്ഷനെ പേടിച്ചിട്ടോ ഒക്കെ തന്നെ പല സ്റ്റുഡൻസും തങ്ങളുടെ US എന്ന ഡ്രീം ഒഴിവാക്കാറാണ് പതിവ്. ഈ വിസ ഇൻ്റർവ്യൂവിനെ എങ്ങനെ നമുക്ക് നേരിടാം, അല്ലെങ്കിൽ അതിനുള്ള കുറച്ച് ടിപ്സുകളാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകും. 2023-24 വർഷങ്ങളിലെ കണക്ക് നോക്കുകയാണെങ്കിൽ US യൂണിവേഴ്സിറ്റികളിൽ USA ഡൊമസ്റ്റിക് സ്റ്റുഡൻസിൻ്റെ എൻറോൾമെൻറ്റ് വളരെ അധികം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5-7% വരെ സ്റ്റുഡൻസിൻ്റെ കുറവാണ് USA യൂണിവേഴ്സിറ്റികളിൽ ഡൊമസ്റ്റിക് സ്റ്റുഡൻസിൻ്റെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി USA യൂണിവേഴ്സിറ്റികൾ ഈ വർഷം തയ്യാറെടുത്തിരിക്കുകയാണ്. ഇത് ഒരു നല്ല അവസരമാണ് മുതലാക്കി നമ്മൾ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് US വിസ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രീം ഡെസ്റ്റിനേഷനിൽ എത്തിപ്പെടാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. US സ്റ്റുഡൻറ് വിസ റിജക്ഷനുള്ള 4 പ്രധാന കാരണങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഈ 4 കാരണങ്ങൾ ഓരോന്നിനെയും നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നും കൂടി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു. ഒന്നാമത്തെ കാരണം ലാക്ക് ഓഫ് ക്ലിയർ അക്കാഡമിക് പർപ്പസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സ് എന്താണെന്ന്, അതെന്തുകൊണ്ട് നമ്മൾ ആ കോഴ്സ് പഠിക്കുന്നു, ആ കോഴ്സിൻ്റെ കണ്ടന്റ് എന്താണ്, അത് നമ്മളുടെ കരിയറിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി വിസ ഓഫീസറുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റാതെ വരുന്നതാണ് ഒരു കാരണം. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കൃത്യമായി ഒരു ധാരണ ഉണ്ടാവണം നമ്മൾ എന്ത് കോഴ്സാണ് പഠിക്കാൻ വേണ്ടി പോകുന്നതെന്ന്. അതുപോലെ തന്നെ എന്തൊക്കെ അതിനകത്ത് കണ്ടന്റ് ഉണ്ട്, നമ്മൾ അതിൽ ഇപ്പോൾ ഒരു റിസർച്ച് പോലുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാമൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അവിടുത്തെ ഫാക്കൽറ്റി ആരൊക്കെയാണ്, അവരുടെ റിസർച്ച് ഇൻട്രസ്റ്റ് ഏരിയ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായി റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാൻ. അതുപോലെ തന്നെ മറ്റ് യൂണിവേഴ്സിറ്റികളിലുള്ള മറ്റ് രാജ്യങ്ങളിലുള്ള ഇതേ ഏതാണ്ട് സെയിം കോഴ്സ് ഈ കോഴ്സുമായി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കരിയർ ഓപ്ഷൻസ്, ഇത് കഴിഞ്ഞാലുള്ള കരിയർ ഓപ്ഷൻസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒക്കെ തന്നെ വളരെ കൃത്യമായി മനസ്സിലാക്കി അത് നമ്മൾ അവിടെ വിസ ഓഫീസർക്ക് മുൻപിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ വിസ റിജക്ഷനുള്ള റീസൺ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. രണ്ടാമത്തേത് അൺറിയലിസ്റ്റിക് പ്ലാൻ ആൻഡ് എക്സ്പെക്ടേഷൻ എന്നുള്ളതാണ്. നമ്മൾ ഫിനാൻഷ്യൽ ആയോ അതേപോലെ കരിയർ ബേസ് ആയോ റിട്ടേൺ ഓഫ് ഇൻകം ആയോ ഒക്കെ തന്നെ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പ്ലാനാണ് നമ്മൾ അവിടെ അവതരിപ്പിക്കുന്നത് എങ്കിൽ അത് നമ്മളുടെ വിസ റിജക്ഷന് കാരണമാവും. അതുകൊണ്ട് നമ്മൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ പ്രീവിയസ് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കുക. അപ്പോൾ നമുക്കത് റിലേറ്റ് ചെയ്ത് പറയാൻ വേണ്ടി പോകും, നമ്മളെ എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് പറയാൻ വേണ്ടി പറ്റും. മറ്റൊന്ന് നമ്മളെ ഫ്യൂച്ചർ കരിയർ ഓപ്ഷൻസ്, അതുപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചർ കരിയറിൽ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള
സാലറിയെ കുറിച്ചൊക്കെ തന്നെ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി നമ്മളൊരു വിസ റിജക്ഷന് സാധ്യത. നമ്മളത് കൃത്യമായ റിസർച്ച് നടത്തി, മാർക്കറ്റ് റിസർച്ച് നടത്തി, നമ്മൾ ഏത് കരിയറിലേക്കാണ് എത്തിപ്പെടാൻ പോകുന്നത്, അതിന് എത്രത്തോളം നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അവിടെ അവതരിപ്പിക്കുകയാണ് എങ്കിൽ നമുക്ക് നമ്മളുടെ വിസ റിജക്ഷൻ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാം. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു റിയലിസ്റ്റിക് ചിന്ത നമുക്കുണ്ടാവണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ ഇൻകം എന്താണെന്നും നമുക്ക് എത്രത്തോളം എക്സ്പെൻസ് താങ്ങാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് സ്റ്റുഡൻറ്റിന് ഒരു കൃത്യമായ ധാരണ ഉണ്ടാവണം. അത് വളരെ കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്ത് നമുക്ക് വിസ ഓഫീസറെ കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ഈ രണ്ടാമത്തെ വിസ റിജക്ഷൻ റീസണിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. മൂന്നാമത്തെ റീസൺ അൺക്ലിയർ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്ലാൻസ് ആണ്. അതായത് നമ്മൾ ഈ കോഴ്സ് പഠിച്ചതിന് ശേഷം നമ്മൾ എന്താണ് നമ്മളുടെ പ്ലാൻ എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് അവതരിപ്പിക്കാൻ കഴിയാതെ വരിക. അതാണ് അൺക്ലിയർ ആയി പോസ്റ്റ് ഗ്രാജുവേഷൻ പ്ലാൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് നമ്മൾ എന്തർത്ഥമാക്കുന്നു, എന്തൊക്കെ സ്കില്ലാണ് നമ്മൾ അല്ലെങ്കിൽ എന്തൊക്കെ നോളജാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ നിന്ന് അക്വയർ ചെയ്യാൻ പോകുന്നത്, അതുപോലെ തന്നെ ഈ കോഴ്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തൊക്കെ കരിയർസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കരിയർ പ്ലാൻ എന്താണ്, എന്ത് കരിയറിലേക്കാണ് നമ്മൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത്, അതിൽ നമുക്ക് എത്രത്തോളം ഇൻകം ലഭിക്കും എന്നുള്ളതൊക്കെ വളരെ കൃത്യമായ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പ്ലാൻ നമുക്ക് ഉണ്ടാവണം. വളരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് റിയലിസ്റ്റിക് ആയിരിക്കണം. അത് നമ്മളുടെ മാതൃരാജ്യത്തുമായി ചേർന്ന് നിൽക്കുന്നതായിരിക്കണം. നമ്മുടെ മാതൃരാജ്യത്തേക്ക് തിരിച്ച് നമ്മൾ വരും എന്ന് വിസ ഓഫീസർക്ക് ബോധ്യം വന്നാൽ മാത്രമാണ് നമ്മളുടെ വിസ അവർ അപ്രൂവ് ചെയ്യുള്ളൂ. നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മളുടെ മാതൃരാജ്യത്തിൻ്റെ നമ്മൾ കരിയർ ഓപ്ഷൻസ് എന്താണ്, എന്തുകൊണ്ട് നമ്മൾ മാതൃരാജ്യത്തേക്ക് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ വിദേശത്തൊരു പഠനം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ മാതൃരാജ്യത്തെ നമ്മളെ കരിയറിനെ അതെങ്ങനെ ബെനിഫിറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വിസ ഓഫീസറെ വളരെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ വിസ റിജക്ഷൻ ഒഴിവാക്കാം. നാലാമത്തെ പോയിന്റ് ലാക്ക് ഓഫ് പ്രിപ്പയർഡ്നെസ് ആൻഡ് നെർവസ്നെസ്. അതാണ് നമുക്കൊക്കെ പല ആൾക്കാർക്കുമുള്ള ഒരു പ്രധാന പ്രശ്നമാണ് ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നെർവസ് ആവുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്കുണ്ടെങ്കിലും, അതായത് നമ്മൾ ഇത്രയും വളരെ വ്യക്തമായൊരു പ്ലാന് കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്, പക്ഷേ നമ്മൾ അവിടെ ചെന്ന് നമുക്കത് കൃത്യമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മളുടെ ഒരു കാര്യമില്ല, നമ്മൾ വിസ റിജക്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായ ഒരു പ്ലാൻ മാത്രമല്ല, അത് വളരെ കൃത്യമായി നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുകയും കൂടി വേണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന് നമ്മളതിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. വളരെ കൃത്യമായി പ്രിപ്പയർ ചെയ്യുക, റിഹേഴ്സൽ എടുക്കുക, മോക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക. അങ്ങനെ വളരെ കൃത്യമായി നല്ല രീതിയിൽ ആ നമ്മുടെ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി നമ്മൾ റിഹേഴ്സൽ എടുത്ത് പരിശ്രമിച്ച് അവിടെ ചെന്നാൽ മാത്രമേ നമുക്ക് ആ ഇൻ്റർവ്യൂ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ പലർക്കും ഉള്ളതാണ്, നമ്മൾ ഒരു ലെങ്തി ആൻസർ പറയാൻ വേണ്ടി നമ്മൾ കുറച്ച് വളച്ച് കുത്തി പറയുന്നൊരു സ്വഭാവം നമുക്കെല്ലാവർക്കും ഉണ്ട്. അത് പറയാതെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായി കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ അത് വിസ ഓഫീസർക്ക് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ കൂടുതൽ ഉപകാരപ്പെടും. അതുവഴി നമ്മളുടെ വിസ സക്സസിലേക്കും അത് നയിച്ചേക്കാം. ഈ 4 കാര്യങ്ങൾക്ക് പുറമെ ചില ചെറിയ കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ വളരെ രാവിലെ തന്നെ അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. വിസ ഓഫീസറും വളരെ ഫ്രഷായി വന്നിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ പോയി അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും അതൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടിനുള്ള സാധ്യതകളുണ്ട്. അപ്പം അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. രാവിലെ തന്നെ ഏർലി മോർണിംഗ് തന്നെ നമ്മൾ ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പതുങ്ങി സംസാരിക്കാതെ അല്ലെങ്കിൽ ഒരുപാട് ഒച്ചത്തിലൊക്കെ സംസാരിക്കാതെ നമ്മൾ നോർമൽ ടോൺ കീപ്പ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമതൊന്ന് ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡ്രസ്സിങ് ആണ്. വളരെ പ്രൊഫഷണലായിട്ട് നമ്മൾ ഫോമൽ ഡ്രസ്സ് ചെയ്തുകൊണ്ട് വളരെ പ്രൊഫഷണലായിട്ട് തന്നെ നമ്മൾ അപ്പിയറൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നമുക്ക് വിസ സക്സസിന് ഉപകരിക്കും. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ
വിസ സക്സസ്സിന് ഉപകരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു.